നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. വട്ടനാത്രയിൽ ഓടിക്കൊണ്ടിരുന്ന വാനിന് മുകളിൽ തെങ്ങ് വീണ് അമ്മയ്ക്കും മകനും പരിക്കേറ്റു. തെങ്ങ് വീണ് 2 വൈദ്യുതി പോസ്റ്റുകൾ തകർന്നു. തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ആശുപത്രി ഹോസ്റ്റലിന്റെ 4ാം നിലയിൽ നിന്ന് വിദ്യാർത്ഥിനി ചാടി മരിച്ചു. മരിച്ചത് MBBS വിദ്യാർത്ഥി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പുതുക്കാട് പറപ്പുക്കര യൂണിറ്റ് കൺവെൻഷനുകൾ സംഘടിപ്പിച്ചു. തൊട്ടിപ്പാൾ CPM പറപ്പുക്കര ലോക്കൽ കമ്മിറ്റിയുടെ ഓണക്കാല വിഷരഹിത പച്ചക്കറി കൃഷിക്ക് തുടക്കമായി. വാർത്തകൾ വിശദമായി. വട്ടനാത്രയിൽ ഓടിക്കൊണ്ടിരുന്ന വാനിന് മുകളിൽ തെങ്ങുവീണ് അമ്മയ്ക്കും മകനും പരിക്കേറ്റു. പച്ചളിപ്പുറം സ്വദേശികളായ ആലുവക്കാരൻ ഗിരിജൻ, ഭാര്യ വത്സല, മകൻ അരുൺ എന്നിവർക്കാണ് പരുക്കേറ്റത്. പരുക്കേറ്റവരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇരുവർക്കും തലയ്ക്കാണ് പരുക്കേറ്റത്. ശക്തമായ മഴയിലും കാറ്റിലും സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്നിരുന്ന തെങ്ങ് കടപുഴകി വീഴുകയായിരുന്നു. തെങ്ങ് വീണ് 2 വൈദ്യുത പോസ്റ്റുകളും തകർന്നിട്ടുണ്ട്. കാറിന്റെ മുൻഭാഗം തകർന്ന നിലയിലാണ്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12:30യോടെയായിരുന്നു സംഭവം. മരത്താക്കരയിൽ തട്ടുകട നടത്തുന്ന അമ്മയും മകനും സാധനങ്ങളുമായി പോകുന്നതിനിടെയാണ് അപകടമുണ്ടായത്. തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ആശുപത്രി ഹോസ്റ്റലിന്റെ 4ാം നിലയിൽ നിന്ന് വിദ്യാർത്ഥിനി ചാടി മരിച്ചു. കോട്ടയം സ്വദേശി സ്നേഹ പൗലോസാണ് മരിച്ചത്. 20 വയസ്സായിരുന്നു. 1ാം വർഷ MBBS വിദ്യാർത്ഥിനിയാണ് സ്നേഹ. ആശുപത്രിക്ക് തൊട്ടടുത്തുള്ള ഹോസ്റ്റൽ ബ്ലോക്കിന്റെ 4ാം നിലയിൽ നിന്നാണ് കുട്ടി ചാടിയത്. രാവിലെ 10 മണിയോടെ വിദ്യാർത്ഥി നിലത്ത് കിടക്കുന്നതാണ് ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ആത്മഹത്യയുടെ കാരണം വ്യക്തമല്ല. ഗുരുതര പരുക്കുകളോടെ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെ 11 മണിയോടെ മരണം സ്ഥിരീകരിച്ചു. സംഭവത്തിൽ തൃശൂർ ഈസ്റ്റ് പോലീസ് അന്വേഷണം ആരംഭിച്ചു. സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ പടരുന്ന സാഹചര്യം കണക്കിലെടുത്ത് പൊതുജനാരോഗ്യം മുൻനിർത്തി അടിയന്തര നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി നെന്മണിക്കര പഞ്ചായത്തിൽ ഇന്റൻസീവ് ക്ലീനിംഗ് ഡ്രൈവ് സംഘടിപ്പിച്ചു. മണലിപ്പാലം മുതൽ പാലേക്കര ഓവർബ്രിഡ്ജിന് താഴെ വരെ നാഷണൽ ഹൈവേയുടെ ഇരുവശങ്ങളും ശുചീകരിച്ചു. ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VT വിജയലക്ഷ്മി നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KS സുരേഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരസമിതി അധ്യക്ഷൻ സിന്ധു സുബ്രഹ്മണ്യൻ, പഞ്ചായത്ത് സെക്രട്ടറി K അജിത, ജനപ്രതിനിധി VR സുരേഷ് എന്നിവർ സന്നിഹിതരായി. ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, കുടുംബശ്രീ പ്രവർത്തകർ, DP ഹൈസ്കൂളിലെ NSS വിദ്യാർത്ഥികൾ, ഹരിത കർമ്മസേനാംഗങ്ങൾ, പഞ്ചായത്ത് ജീവനക്കാർ, പൊതുപ്രവർത്തകർ, ആരോഗ്യ പ്രവർത്തകർ, ടോൾ ജീവനക്കാർ, സന്നദ്ധ സംഘടനകൾ, വ്യാപാരികൾ തുടങ്ങിയവർ പങ്കുചേർന്നു. വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ശേഖരിച്ച അജൈവ മാലിന്യങ്ങൾ ക്ലീൻ കേരള കമ്പനിക്ക് കൈമാറി. നമുക്ക് മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുമായി കൊണ്ട് നമ്മുടെ നാടിനെ മാലിന്യങ്ങളിൽ നിന്ന് മുക്തി നേടാൻ വേണ്ടി ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ക്ലീനിങ് ഇൻഡസ്ട്രി ക്ലീനിങ് ഡ്രൈവ് നമ്മളിവിടെ സംഘടിപ്പിച്ചിരിക്കുകയാണ്. നമ്മുടെ ഇതിനോടനുബന്ധിച്ചുകൊണ്ട് തന്നെ നെന്മണിക്കര ഗ്രാമപഞ്ചായത്തിന്റെ 16 വാർഡുകളിലെയും കാനകളും മറ്റും വൃത്തിയാക്കി പുല്ലുകൾ വെട്ടി അത്തരം പ്രവർത്തനങ്ങൾ 3/4 ഭാഗത്തോളം ആയിട്ടുണ്ട്. അത്തരം പ്രവർത്തനങ്ങൾ ബാക്കിയുള്ളത് കൂടി നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിനോടനുബന്ധിച്ചുകൊണ്ട് തന്നെ നമ്മുടെ മണലി മുതൽ ബൈപ്പാസ് വരെയുള്ള റോഡിന്റെ NHന്റെ 2 വശങ്ങളും മാലിന്യങ്ങൾ നീക്കം ചെയ്തുകൊണ്ട് നമ്മൾ ഇതിനു മുന്നും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. അന്നും സർക്കാരിൻ്റെയും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെയും എല്ലാം നേതൃത്വത്തിൽ ഇന്ന് ഇൻറ്റൻസീവ് ക്ലീൻ ഡ്രൈവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ശുചിത്വ മാലിന്യ നിർമ്മാർജ്ജന പരിപാടി സംഘടിപ്പിക്കുകയാണ്. മാലിന്യങ്ങൾ ഇന്ന് നമ്മുടെ നാടിൻ്റെ ഒരു ശാപമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. കുറേയേറെ അതിൽ നിന്ന് മോചിതരാവാൻ ഹരിത കർമ്മസേനയുടെയും അതുപോലെ തന്നെയുള്ള മറ്റു പ്രവർത്തനങ്ങൾ വഴി കുറേയേറെ നമുക്ക് മോചിതരാവാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോഴും അവശേഷിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. അതുകൂടി തുടച്ചു നീക്കിയാൽ മാത്രമാണ് നമുക്ക് ഒരു നല്ല ഒരു സമൂഹം എന്നുള്ള നിലയ്ക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ളത്. നല്ല പരിസ്ഥിതിയും ശുദ്ധമായ ജലവും മാലിന്യ വിമുക്തമായ ഒരു സമൂഹവുമാണ് നമ്മുടെ ആവശ്യം. അതിൻ്റെ ഒരു ഭാഗം എന്നുള്ള നിലയ്ക്കാണ്
തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ഇന്ന് നെന്മണിക്കര പഞ്ചായത്തിൽ ഇത്തരത്തിലുള്ളൊരു ക്ലീൻ ഡ്രൈവ് നടത്തുന്നത് രീതിയിൽ നമുക്ക് മാക്സിമം ഇതിനെ വിജയകരമാക്കണം. പോരാത്തിന് നമുക്ക് NH സൈഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ക്ലീനിങ് ഒരു ടാസ്ക് തന്നെയാണ്. എങ്കിലും നമ്മളിത് മാക്സിമം നമ്മളിന്ന് ചെയ്തത് പൂർത്തിയാക്കും. അപ്പോൾ ഈ ചടങ്ങിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരെയും പ്രത്യേകം സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ ഇതൊരു തുടക്കം എല്ലാ വർഷവും നമ്മൾ നടത്തിയ നെന്മണിക്കര ഗ്രാമപഞ്ചായത്ത് സംസ്ഥാന തലത്തിൽ തന്നെ വളരെ ശ്രദ്ധ പിടിച്ചു പറ്റിക്കൊണ്ട് ശുചിത്വത്തിന്റെ ഭാഗമായിട്ട് ഒട്ടേറെ അവാർഡുകൾ മേടിച്ചിട്ടുള്ളതാണ്. അത് ഇപ്രാവശ്യവും നമ്മൾ അത് തുടക്കം കുറിക്കുകയാണ്. ആരോഗ്യവും അതേപോലെ പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ള ഏറ്റവും വലിയ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ഈ പ്രവൃത്തിക്ക് എല്ലാവിധ ആശംസകളും. നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം ഇന്ന് കേരളമെമ്പാടും എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ഇന്ന് ഈ പരിപാടി എല്ലാ സ്ഥലത്തും വളരെ ഭംഗിയായി നടക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി വളരെ ഭംഗിയായി നടത്തുന്നതിന് വേണ്ടി പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന്, നമ്മുടെ നെന്മണിക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് വളരെയധികം നേരത്തെ തന്നെ ഈ പരിപാടിക്ക് തുടക്കം കുറിക്കുകയും അതിനുവേണ്ടിയുള്ള യോഗങ്ങൾ ചേർന്ന് എല്ലാവരെയും സംഘടിപ്പിക്കുകയും ചെയ്തതിൽ ഇവിടുത്തെ ഭരണസമിതി വളരെയധികം അംഗീകാരം. പ്രത്യേകിച്ച് നെന്മണിക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് ഇവിടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. നമ്മൾ പറ്റാവുന്ന മേഖലയിലെല്ലാം ഈ 2 പാതയോരം മാത്രമല്ല നമ്മുടെ സമൂഹത്തിൻ്റെ എല്ലാ മേഖലയിലും വരുന്ന പ്രദേശങ്ങൾ നമ്മൾ സസൂക്ഷ്മം നിരീക്ഷിച്ചാൽ മാത്രമാണ് നമ്മുടെ മണ്ണും അതുപോലെ തന്നെ കുടിവെള്ളമടക്കവും ഉള്ള മാലിന്യമുക്തമാക്കാൻ നമുക്ക് സാധിക്കുള്ളൂ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പുതുക്കാട് യൂണിറ്റ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KJ ജോജു ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് VB ശോഭനകുമാരി അധ്യക്ഷയായി. വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയികളായ കുട്ടികളെ ചടങ്ങിൽ അനുമോദിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് P തങ്കം, രക്ഷാധികാരി MV രവീന്ദ്രദാസ് എന്നിവർ ചേർന്ന് നവാഗതരെ സ്വീകരിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം KM ശിവരാമൻ, ബ്ലോക്ക് പ്രസിഡന്റ് T ബാലകൃഷ്ണ മേനോൻ, ബ്ലോക്ക് സെക്രട്ടറി KV രാമകൃഷ്ണൻ, ജില്ലാ കമ്മിറ്റി അംഗം K സുകുമാരൻ, ബ്ലോക്ക് കമ്മിറ്റി അംഗം നിരീക്ഷക ശാന്തകുമാരി, ബ്ലോക്ക് ട്രഷറർ TA വേലായുധൻ, യൂണിറ്റ് സെക്രട്ടറി CK ജോസഫ്, ട്രഷറർ ML ആൻഡ്യൂ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഞാൻ എൻ്റെ ഓർമ്മ കാലം തൊട്ട് പെൻഷൻകാരുടെ അവകാശങ്ങൾ നേടിയെടുക്കുവാൻ, സംരക്ഷിക്കുവാൻ, അതിനുവേണ്ടി പോരാടുവാൻ, അത് വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് ഓരോ ദിവസം കഴിയും തോറും ഇതിൻ്റെ രാജ്യമാനമായ പ്രവർത്തന ശൃംഖലകൾ തീർക്കുവാനായിട്ട് കഴിഞ്ഞ ഒരു സംഘടന എന്ന നിലയിൽ ഈ സംഘടന ഇന്ന് കേരളത്തിൽ തലയെടുപ്പുള്ള ഒരു സംഘടനയാണ്. വളരെയധികം അംഗങ്ങൾ ഈ സംഘടനയിൽ പ്രവർത്തിച്ചു വരുന്നത് അതുകൊണ്ട് മാത്രമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. മെമ്പർമാര് നമ്മളെല്ലാവരും നേരത്തെ പറഞ്ഞു, ഒരു വീട്ടിലെ ആളുകളാണ് ഇപ്പോൾ. നമ്മുടെ എല്ലാവരുടെയും ആവശ്യം എന്താ? ആവശ്യം നമ്മുടെ ആവശ്യം എന്താ? എന്തുട്ടാ പറഞ്ഞ് ശിവരാമൻ? പെൻഷൻ അല്ലേ? അതായത് ഇപ്പൊ പുതിയ ആൾക്കാർ 15 ആളുണ്ട് ഇവിടെ. തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അത്തരം എല്ലാ പ്രശ്നങ്ങൾക്കും യൂണിയനിൽ ഇടപെട്ടാൽ പറഞ്ഞാൽ യൂണിയൻ എന്നുള്ളത് ഈ നിർദ്ദേശങ്ങളിൽ ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള നിർദ്ദേശം ധവളപത്രവും മുന്നോട്ട് വെച്ചിരിക്കുന്നു. അതുകൊണ്ട് ധവളപത്രത്തിലെ 10 വർഷത്തിലൊരിക്കൽ എന്ന നിർദ്ദേശം ഈ കേരളം ചർച്ച ചെയ്യപ്പെടുകയാണ്, സമൂലമായി ചർച്ച ചെയ്യപ്പെടുകയാണ്. മുമ്പ് എന്നോട് വന്ന് പറഞ്ഞു സംസാരിക്കണം 2 വാക്ക്. ഞാൻ ഒരു കാലത്ത് നമ്മുടെ ശിവരാമൻ സാർ പറഞ്ഞിരുന്നത് പോലെയൊക്കെ പറഞ്ഞിരുന്ന ഒരാളാണ്. ഇപ്പൊ അങ്ങനെയൊന്നും സംസാരിക്കാനുള്ള ആരോഗ്യമില്ല. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പറപ്പൂക്കര യൂണിറ്റ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം അമ്പിളി വേണു ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് PK ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയികളായ കുട്ടികളെ KSSPU സംസ്ഥാന കൗൺസിൽ അംഗം TV മോഹൻ ചടങ്ങിൽ അനുമോദിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി VN വിജയഗോപാലൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് TN യോഹന്നാൻ, യൂണിറ്റ് സെക്രട്ടറി K ഹരിദാസൻ, യൂണിറ്റ് ട്രഷറർ KK സത്യൻ, NN സുലൈഖ, യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങളായ KS അർഷാദ, K വിമലാദേവി, ലില്ലി റോഡ്ഗ്രിസ്, K ലീലാവതി എന്നിവർ സന്നിഹിതരായി. 1992 ഈ സംഘടന രൂപീകരിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ആശയം അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് ഈ സംഘടന രൂപീകരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല വ്യക്തതയോടുകൂടിയായിരിക്കും നിങ്ങൾ ഈ
ഈ സംഘടനയിൽ അംഗത്വം എടുത്തിട്ടുണ്ടാവുക. നമുക്കറിയാം, നിങ്ങൾ ഓരോരുത്തരും ഇപ്പോൾ അധ്യക്ഷൻ പറഞ്ഞു 30-35 വർഷം അല്ലെങ്കിൽ 40 വർഷമൊക്കെ ഈ സംഘടനയിൽ അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥരായി പ്രവർത്തിച്ചുകൊണ്ട് സർക്കാരിനും അതുപോലെ തന്നെ ജനങ്ങൾക്കും ഒരുപാട് സേവനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടാണ് നിങ്ങൾ വിരമിക്കുന്നത്. ഞങ്ങൾ രാഷ്ട്രീയക്കാരെ പോലെയല്ല, നിങ്ങൾ ഒരുപാട് പേര് നിങ്ങൾക്ക് പരിചയമുള്ളവരാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ 3-4 വർഷം കഴിയുമ്പോൾ നിങ്ങൾ മാറി മാറി പല ജില്ലയിൽ തന്നെ പലയിടത്തേക്ക് നിങ്ങൾ ട്രാൻസ്ഫറായി ഒരുപാട് പേരെ പരിചയപ്പെട്ടവരാണ്. അവകാശങ്ങൾ അത് കൃത്യമായി കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ പ്രഥമമായ ലക്ഷ്യം. ആ ലക്ഷ്യത്തിന് വേണ്ടി എന്ത് മാർഗം സ്വീകരിച്ച് നമ്മൾ ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനുള്ള തീവ്ര ശ്രമത്തിൽ എല്ലാവരും പങ്കാളികളാവണം എന്നുള്ളത് ആദ്യമായി എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഒരു വർഷത്തിൽ നമ്മുടെ മെമ്പർമാരിൽ മരണം മൂലം നമ്മളെ വിട്ടുപോയവരെ അനുശോചനം രേഖപ്പെടുത്താനും അവരുടെ ഓർമ്മയിൽ പങ്കെടുക്കുവാനുമാണ്. ചാലക്കുടി മലക്കപ്പാറ റൂട്ടിൽ KSRTC ബസ്സുകൾ അമിത യാത്രക്കാരുമായി സർവീസ് നടത്തുന്നത് വലിയ അപകട സാധ്യത സൃഷ്ടിക്കുന്നതായി ജീവനക്കാരുടെ മുന്നറിയിപ്പ്. നിയമപ്രകാരം പരമാവധി 64 യാത്രക്കാരെ മാത്രമേ ബസ്സിൽ കയറ്റാൻ അനുവദിക്കൂ. എന്നാൽ നിലവിൽ പല സർവീസുകളും 100 മുതൽ 120 വരെ യാത്രക്കാരുമായി ഓടുന്നതായാണ് ആരോപണം. പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി നടപ്പിലാക്കിയതിന് പിന്നാലെ യാത്രക്കാരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചെന്നും യാത്രക്കാരിൽ 80 മുതൽ 90% വരെ സ്ത്രീകളാണെന്നും ജീവനക്കാർ ചൂണ്ടിക്കാട്ടുന്നു. വിഷയം ചൂണ്ടിക്കാട്ടി ജീവനക്കാരുടെ സംഘടനയായ ഇൻഡിപെൻഡൻസ് ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് ഫെഡറേഷൻ ഗതാഗത മന്ത്രിക്കും KSRTC DMDക്കും ചാലക്കുടി യൂണിറ്റ് അധികൃതർക്കും ഉൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ട്. ആതിരപ്പള്ളി മുതൽ മലക്കപ്പാറ വരെയുള്ള ഏകദേശം 70 കിലോമീറ്റർ ദൂരം ഇടുങ്ങിയ ഒറ്റവരി പാതയാണ്. ഒരു വശത്ത് ആഴമേറിയ കൊക്കകളുള്ള ഈ റൂട്ടിൽ 9 ഹെയർപിൻ വളവുകളുണ്ട്. ഓരോ വളവും മറികടക്കാൻ ബസ് കുറഞ്ഞത് 2 തവണയെങ്കിലും റിവേഴ്സ് എടുക്കേണ്ട സാഹചര്യമാണുള്ളത്. ഓവർലോഡ് കാരണം ബസ് പുറകോട്ടെടുക്കുമ്പോൾ പലപ്പോഴും ബ്രേക്ക് കാര്യക്ഷമമായി പ്രവർത്തിക്കാത്ത സാഹചര്യം അനുഭവപ്പെടുന്നതായി ഡ്രൈവർമാർ പരാതിപ്പെടുന്നു. ഇതോടെ വലിയ അപകട സാധ്യത നിലനിൽക്കുന്നതായാണ് ജീവനക്കാരുടെ മുന്നറിയിപ്പ്. നിലവിൽ ചാലക്കുടിയിൽ നിന്ന് മലക്കപ്പാറയിലേക്ക് ദിവസേന 4 KSRTC സർവീസുകളാണ് നടത്തുന്നത്. ഇതിൽ പല ബസ്സുകളും 15 വർഷത്തിലേറെ പഴക്കമുള്ളവയാണെന്നും ജീവനക്കാർ പറയുന്നു. മുൻപുണ്ടായിരുന്ന രാവിലെ 11 മണിയുടെ ചാലക്കുടി മലക്കപ്പാറ സർവീസ് പുനരാരംഭിക്കണമെന്നും ഈ റൂട്ടിൽ കൂടുതൽ ബസ്സുകൾ അനുവദിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. സർവീസുകളിലെല്ലാം നമ്മൾ യാത്രക്കാരുടെ എണ്ണം നിയന്ത്രിക്കുന്നതിനായി പരമാവധി യാത്രക്കാരുടെ എണ്ണം പ്രദർശിപ്പിക്കുക എന്നുള്ളതും അഡീഷണൽ ആയിട്ട് പുതിയ സർവീസുകൾ തുടങ്ങുക എന്നുള്ളതും നിലവിൽ ഓപ്പറേറ്റ് ചെയ്യാതിരിക്കുന്ന സർവീസുകൾ പുനരാരംഭിക്കുക എന്നുള്ളതുമാണ് ഇതിന്റെ പരിഹാരം എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ആ കാര്യം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയാണ് ഈ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ട്രാൻസ്പോർട്ട് മിനിസ്റ്റർക്കും MDക്കും യൂണിറ്റ് ഓഫീസർക്കും കത്ത് നൽകിയിട്ടുണ്ട്. ഗവി പോലുള്ള സർവീസുകളിലും ഇത്തരം അമിതമായിട്ടുള്ള യാത്രക്കാരുടെ എണ്ണം ഈ അടുത്ത് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം ആശങ്ക ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ്. ഇതിനൊരു പരിഹാരം അടിയന്തരമായി ഉണ്ടാകണമെന്നാണ് ഞങ്ങളുടെ സംഘടന ആവശ്യപ്പെടുന്നത്. തൊട്ടിപ്പാൾ CPM പറപ്പൂക്കര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓണക്കാല വിഷരഹിത പച്ചക്കറി കൃഷിയുടെ തൈ നടീൽ ചടങ്ങ് സംഘടിപ്പിച്ചു. 4 ക്ലസ്റ്ററുകളിലായി 12 യൂണിറ്റിലെ 60ഓളം കർഷകരെ ഉൾപ്പെടുത്തി നടത്തുന്ന കൃഷിയുടെ തൊട്ടിപ്പാൾ ക്ലസ്റ്ററിന്റെ ഉദ്ഘാടനം കേരള കർഷക സംഘം കൊടകര ഏരിയ സെക്രട്ടറി MR രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ സെക്രട്ടറി PR രാജൻ, കർഷക സംഘം പറപ്പൂക്കര മേഖലാ സെക്രട്ടറി ഷാജു കോമ്പാറക്കാരൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ, തൊട്ടിപ്പാൾ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് EK കുമാരൻ, കർഷക സംഘം പ്രസിഡന്റ് മധു കൈപ്പിള്ളി തുടങ്ങിയവർ പ്രസംഗിച്ചു. എവർക്കും അറിയാവുന്നതുപോലെ കേരളം വളരെ വേഗത്തിൽ രോഗാതുരമായി കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് മാറാരോഗങ്ങൾ നമ്മൾ കീഴ്പ്പെടുത്തുകയാണ്. അത് സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ നമ്മൾ വാങ്ങിക്കഴിക്കുന്ന മുഴുവൻ ഭക്ഷ്യവസ്തുക്കളിലും ഒരുപാട് വിഷാംശങ്ങളുണ്ട് എന്ന് കാണാൻ വേണ്ടി കഴിയും. രഹിതമായ പച്ചക്കറി ജനങ്ങൾക്ക് നൽകണമെന്ന തീരുമാനപ്രകാരം നമ്മൾ കൃഷിയിലേക്ക് വരികയാണ്. അതിനുള്ള സഹായം നമുക്ക് ലഭിക്കുന്നത്
കേരള കർഷക സംഘം കൊടകര ഏരിയ സമ്മേളനത്തിന് സമാപനം കുറിച്ച് പ്രകടനവും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. ജില്ലാ സെക്രട്ടറിയുടെ ചുമതലയുള്ള പി.കെ. ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. കൊടകര ഏരിയ പ്രസിഡന്റ് സി.എം. ബബീഷ് അധ്യക്ഷനായി. സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം ടി.എ. രാമകൃഷ്ണൻ, സി.പി.എം. കൊടകര ഏരിയ സെക്രട്ടറി പി.കെ. ശിവരാമൻ, സംഘം ഏരിയ സെക്രട്ടറി എം.ആർ. രഞ്ജിത്ത, സംഘാടക സമിതി ചെയർമാൻ പി.ആർ. പ്രസാദൻ, സംഘം ജില്ലാ കമ്മിറ്റി അംഗം കാർത്തിക ജയൻ, എം.വി. സതീഷ് ബാബു, കെ.സി. ജെയിംസ്, കെ. രാജേഷ്, പി.എസ്. പ്രശാന്ത്, ഷാൻഡോ കൈതാരത്ത്, അശ്വതി വിബി, വി. കുമാരി, കെ.ജി. രജീഷ് എന്നിവർ പ്രസംഗിച്ചു. ലഹരി വസ്തുക്കളുടെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനായി ലഹരി വിരുദ്ധ സെമിനാർ സംഘടിപ്പിച്ച് വേലുപ്പാടം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ. ലഹരി വിരുദ്ധ സേനയിലെ റിട്ടയേർഡ് SI NG സുബ്രതകുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു ക്ലാസ്. പ്രിൻസിപ്പൽ CC ബസി, NSS പ്രോഗ്രാം ഓഫീസർ UG റോസ്ലി, സൗഹൃദ കോർഡിനേറ്റർ ലിസ ജോസ് എന്നിവർ പ്രസംഗിച്ചു. അതുപോലെയൊക്കെ തോന്നി. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ പറയാൻ പറ്റും എന്നുള്ള ഈ ഓടാൻ പോണ നീരാണ് പിടിക്കാൻ വരുമ്പോൾ ഓടി രക്ഷപ്പെടാൻ പോണ കുട്ടീനെ സഹായിക്കാനായിട്ട് 2 കൈ ഇരിക്കുന്നുണ്ട്. ആ കൈ എഴുതിയിട്ട് എഴുതുന്നാണ് എന്താ എഴുതിയിട്ട് ഇപ്പോ പോലീസ് എഴുതിയില്ല. അതെന്താ സംഭവം? ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് തൊട്ടിപ്പാൾ KS UP സ്കൂൾ വിദ്യാർത്ഥികൾ ഒരുക്കിയ ഹ്രസ്വചിത്രം അനുഭവം പ്രദർശിപ്പിച്ചു. 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ കെൻ ഋതിക സംവിധാനം ചെയ്ത ചിത്രത്തിൽ തീർത്ഥ സതീഷും ആര്യനന്ദയും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. സ്കൂൾ പ്രധാനാധ്യാപിക MK സുനജ ഹ്രസ്വചിത്രത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ച പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. ലഹരിയുടെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് സമൂഹത്തിൽ ശക്തമായ അവബോധം സൃഷ്ടിക്കുക എന്ന സന്ദേശമാണ് ഹ്രസ്വചിത്രം മുന്നോട്ട് വയ്ക്കുന്നത്. പരിപാടിയിൽ അധ്യാപകരും വിദ്യാർത്ഥികളും പങ്കെടുത്തു. നമ്മുടെ കാര്യത്തിൽ നോക്കിയാൽ മതി. എന്നാലും നമുക്ക് ലഹരി വിരുദ്ധ സന്ദേശവും സാമൂഹിക ബോധവൽക്കരണവും ലോകകപ്പ് ഫുട്ബോൾ ആവേശവുമായി കൂട്ടിച്ചേർത്ത് കാവല്ലൂർ സെന്റ് ആന്റണീസ് LP സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിച്ച പരിപാടി ശ്രദ്ധേയമായി. മാവിൻചൂട് ജംഗ്ഷനിൽ നടന്ന പരിപാടിയിൽ ഫ്ലാഷ് മോബ്, ബോധവൽക്കരണ റാലി, ഫുട്ബോൾ പ്രമേയമാക്കിയ നൃത്താവിഷ്കാരം, ഷൂട്ടൌട്ട് മത്സരം എന്നിവ നടന്നു. വിദ്യാർത്ഥികളുടെ നൃത്തത്തോടൊപ്പം ഹൂല ഹോപ്പ്, സ്കേറ്റിംഗ് പ്രകടനങ്ങളും കാണികളുടെ ശ്രദ്ധ പിടിച്ചുപറ്റി. പ്രധാനാധ്യാപിക K. രമ, PTA പ്രസിഡന്റ് TB പ്രസാദ്, PTA അംഗങ്ങളായ AR കിഷോർ, ML ലാലു, സോണിയ ജോസഫ് എന്നിവരും അധ്യാപകരും പരിപാടിയിൽ പങ്കെടുത്തു. കോടാലി സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ മാർത്തമറിയം വനിതാ സമാജത്തിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണം നടത്തി. വികാരി ഫാദർ പൗലോസ് അറക്കപ്പറമ്പിൽ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് അംഗം ലിൻഡോ ജോസ് പള്ളിപ്പറമ്പൻ ലഹരി വിരുദ്ധ സന്ദേശം നൽകി. ട്രസ്റ്റി ജോർജ് വർക്കി മലേക്കുടിയിൽ, സെക്രട്ടറി ജെയിൻ ബേബി കട്ടയിൽ, ജോയിന്റ് സെക്രട്ടറി കുഞ്ഞിമേരി അനി വലിയപറമ്പിൽ, വനിതാ സമാജം വൈസ് പ്രസിഡന്റ് മറിയാമ്മ വർക്കി പാലായിൽ, സെക്രട്ടറി ഫ്ലമി ബിജു ചുണ്ടാട്ട്, ഭദ്രാസന സെക്രട്ടറി സിജി ഏലിയാസ് തേലപ്പള്ളി എന്നിവർ നേതൃത്വം നൽകി. ഒരിക്കലും ഉപയോഗിക്കില്ലെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. ലഹരിയുടെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് ബോധവാനായിരിക്കുകയും മറ്റുള്ളവരിലും അവബോധം സൃഷ്ടിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യും. ആരോഗ്യകരമായ ജീവിതശൈലി പിന്തുടരുകയും എൻ്റെ കുടുംബത്തിനും സമൂഹത്തിനും മാതൃകയാകുകയും ചെയ്യും. ലഹരിമുക്ത കേരളത്തിനും ലഹരിമുക്ത ഭാരതത്തിനുമായി ഞാൻ ആത്മാർത്ഥമായി പ്രവർത്തിക്കുമെന്ന് ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു. അളഗപ്പ നഗർ ത്യാഗരാജാർ പോളിടെക്നിക് കോളേജിന് ദേശീയതല അംഗീകാരമായ നാഷണൽ ബോർഡ് ഓഫ് അക്രഡിറ്റേഷൻ ലഭിച്ചു. കോളേജിലെ സിവിൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്നീ 3 ഡിപ്ലോമ പ്രോഗ്രാമുകൾക്കാണ് 3 വർഷത്തേക്കുള്ള ഈ അംഗീകാരം ലഭിച്ചത്. എല്ലാ പ്രോഗ്രാമുകൾക്കും അക്രഡിറ്റേഷൻ ലഭിക്കുന്ന ജില്ലയിലെ ആദ്യത്തെ പോളിടെക്നിക് കോളേജ് എന്ന പ്രത്യേകതയും ത്യാഗരാജർ പോളിടെക്നിക്കിനുണ്ട്. വിദ്യാഭ്യാസ നിലവാരം, അധ്യാപന പഠനക്രിയ, വിദ്യാർത്ഥി നേട്ടങ്ങൾ, വ്യവസായ സ്ഥാപന സഹകരണം, അടിസ്ഥാന സൗകര്യ വികസനം എന്നിവ സമഗ്രമായി വിലയിരുത്തിയാണ് ഈ അംഗീകാരം നൽകിയത്. സ്ഥാപനത്തിന്റെ അക്കാദമിക് മികവിനും ഗുണനിലവാരത്തോടുള്ള പ്രതിബദ്ധതയ്ക്കുമുള്ള അംഗീകാരമാണിതെന്ന് പ്രിൻസിപ്പൽ ലിജോ ജോൺ പറഞ്ഞു. NBA അംഗീകാരം സ്ഥാപനത്തിന്റെ വളർച്ചയിലെ പുതിയൊരു അധ്യായമാണെന്നും
ഭാവിയിലും മികച്ച സാങ്കേതിക വിദ്യാഭ്യാസവും വിദ്യാർത്ഥി കേന്ദ്രീകൃത പ്രവർത്തനങ്ങളും ഉറപ്പാക്കുന്നതിനായി കോളേജ് കൂടുതൽ ശക്തമായ മുന്നേറ്റങ്ങൾ നടത്തുമെന്നും പ്രിൻസിപ്പൽ കൂട്ടിച്ചേർത്തു. വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി കോടാലി KCCP ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ പുസ്തക ചർച്ച സംഘടിപ്പിച്ചു. അഖിൽ P ധർമ്മജന്റെ റാം രഹി ആനന്ദി എന്ന പുസ്തകത്തെക്കുറിച്ചാണ് ചർച്ച നടത്തിയത്. ഷോർട്ട് ഫിലിം സംവിധായകൻ ബിൻസാദ് ഉദ്ഘാടനം ചെയ്തു. മറ്റത്തൂർ ഗ്രന്ഥശാല നേതൃസമിതി കൺവീനർ ഹക്കീം കള്ളിപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. വായനശാല വൈസ് പ്രസിഡന്റ് PB ജോഷി, സാഹിത്യകാരനും കവിയുമായ പ്രകാശൻ ഇഞ്ചക്കുണ്ട്, വായനശാല പ്രസിഡന്റ് കവിത ഗിരീഷ്, ലൈബ്രറിയൻ രാധാ വിജയൻ എന്നിവർ പ്രസംഗിച്ചു. കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ എന്തായാലും അത് വായിക്കാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടാക്കുക എന്നുള്ളതാണ്. തലമുറയെ മുഴുവൻ വായനയുടെ ലോകത്തേക്ക്. വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി വെള്ളിക്കുളങ്ങര ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. SSLC +2 ഉന്നത വിജയം നേടിയവരെ ചടങ്ങിൽ ആദരിച്ചു. മറ്റത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനിമോൾ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് EH സഹീർ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ AA റഫീഖ്, ടോമി കളമ്പാടൻ, നേതൃസമിതി കൺവീനർ ഹക്കീം കള്ളിപ്പറമ്പിൽ, ദേവപ്രിയ, വായനശാല വൈസ് പ്രസിഡന്റ് TJ ബേബി, ജോയിന്റ് സെക്രട്ടറി AU ഷിഹാബുദ്ദീൻ എന്നിവർ പ്രസംഗിച്ചു. വർഷത്തിൽ ഒരിക്കൽ മാത്രം പൂക്കുന്ന നിശാഗന്ധി പൂക്കൾ ഒന്നിച്ചു വിരിഞ്ഞത് കൗതുകമുണർത്തി. കോടാലി ആരോദ റിപ്പിന്റെ വീട്ടുമുറ്റത്താണ് നിശാഗന്ധി ചെടിയിൽ കൂട്ടമായി പൂക്കൾ വിരിഞ്ഞത്. വളരെ അപൂർവമായാണ് ഇത്രയധികം പൂക്കൾ ഒന്നിച്ച് വിരിഞ്ഞ് കാണാറുള്ളത്. രാത്രിയിൽ പുഷ്പിച്ച് സുഗന്ധം പരത്തുകയും സൂര്യോദയത്തിന് മുൻപേ വാടിപ്പോകുന്നതും കൊണ്ടാണ് നിശാഗന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത്. വിത്തുകളില്ലാത്ത ഈ സസ്യത്തിന് ഇലയിൽ നിന്നാണ് പുതിയ തൈകൾ മുളച്ച് വേര് പിടിക്കുന്നത്. പൂക്കൾ വിരിയുന്നതും ഇലയിൽ നിന്നാണ് എന്നുള്ളതും കൗതുകകരമാണ്. മറ്റത്തൂർ പഞ്ചായത്ത് മൂലംകുടം 21ാം വാർഡ് ഗ്രാമസഭാ യോഗം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് അംഗം CC ബിജു അധ്യക്ഷത വഹിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി, മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനിമോൾ, CDS ചെയർപേഴ്സൺ വൃന്ദ ഭാസ്കരൻ, കോർഡിനേറ്റർ VB സിന്ധു, ADS അംഗം സരള ഷൺമുഖൻ, ADS അംഗം ശ്രീന ദിവാകരൻ എന്നിവർ പ്രസംഗിച്ചു. 2026-27 വാർഷിക പദ്ധതി വ്യക്തിഗത ഗുണഭോക്താക്കളുടെ അംഗീകാരം, വിവിധ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ അംഗീകാരം, മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി അംഗീകാരം എന്നീ അജണ്ടകൾ ഗ്രാമസഭയിൽ അവതരിപ്പിച്ചു. ആമ്പല്ലൂർ എരിപ്പോട് റോഡ് നവീകരിക്കണമെന്നും എരിപ്പോട് റോഡ് പുതുക്കാട് മണ്ണമ്പേട്ട റോഡ് ജംഗ്ഷനിലെ ഹെയർപിൻ കുത്തനെയുള്ള കയറ്റം ഒഴിവാക്കി ബെൽമൌത്ത് നിർമ്മിച്ച് അപകടങ്ങൾ ഒഴിവാക്കണമെന്നും രാഷ്ട്രീയ ജനതാദൾ RJD അളഗപ്പ നഗർ പഞ്ചായത്ത് കമ്മിറ്റി യോഗം ആവശ്യപ്പെട്ടു. ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഷാജൻ മഞ്ഞളി യോഗം ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് NK രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി IP കുട്ടൻ, AA റപ്പായി, VR അജിത് കുമാർ, VR അന്തോണി, MV പ്രദീപ്, VP അയ്യപ്പക്കുട്ടി, TP ജേക്കബ്, MV വാസുമോഹനൻ, MP ജോർജ്, KD ജോർജ് തുടങ്ങിയവർ പ്രസംഗിച്ചു. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രി പരിസരത്ത് തെരുവുനായകളുടെ ശല്യം രൂക്ഷമാണെന്ന് പരാതി. ചികിത്സയ്ക്കായി എത്തുന്ന രോഗികളും കൂട്ടിരിപ്പുകാരും നായകളുടെ ആക്രമണ ഭീഷണിയിലാണ് കഴിയുന്നതെന്ന് ആരോപണമുയരുന്നു. മെഡിക്കൽ കോളേജിനുള്ളിലും പ്രധാന ഗേറ്റിന് പുറത്തുമായി തെരുവുനായകൾ കൂട്ടമായി സഞ്ചരിക്കുന്നതിനാൽ പൊതുജനങ്ങൾ ആശങ്കയിലാണ്. ആശുപത്രിയിലെത്തുന്ന രോഗികൾക്കും സന്ദർശകർക്കും ഭയമില്ലാതെ ചികിത്സ തേടാനും സുരക്ഷിതമായി മടങ്ങിപ്പോകാനും സാഹചര്യമൊരുക്കുന്നതിനായി നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കളക്ടർക്ക് മനുഷ്യാവകാശ പ്രവർത്തകനായ സുരേഷ് ചെമ്മനാടൻ പരാതി നൽകി. കല്ലൂർ വീട്ടിക്കുന്ന് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠാ മഹോത്സവം ജൂലൈ 7 മുതൽ 15 വരെ ആഘോഷിക്കുന്നു. എല്ലാ ദിവസവും ഗണപതി ഹോമം, ത്രികാലമായി മുളപൂജ, പ്രഭാതപൂജ, ഉപദേവതാ പൂജ, പുരാണ പാരായണം, താന്ത്രിക ഹോമങ്ങൾ, ഹോമകലശാഭിഷേകം, ഉച്ചപൂജ, ഭഗവതി സേവ, സാമൂഹ്യാരാധന, പ്രഭാഷണം, സ്ഥലശുദ്ധി, അത്താഴപൂജ തുടങ്ങിയവ നടത്തും. ക്ഷേത്രാചാര്യൻ കാരുമാത്ര TS വിജയൻ മുഖ്യ കാർമ്മികത്വം വഹിക്കും. കോടാലി കടമ്പോട് കോഴിക്കൂട്ടിൽ നിന്ന് മൂർഖൻ പാമ്പിനെ പിടികൂടി. തെക്കേത്തല ഇന്ദിരാ നാരായണന്റെ വീട്ടിലെ കോഴിക്കൂട്ടിൽ നിന്നാണ് മൂർഖൻ പാമ്പിനെ പിടികൂടിയത്. വിവരമറിയിച്ചതിനെ തുടർന്ന് സർപ്പ ടീം എത്തിയാണ് പാമ്പിനെ പിടികൂടിയത്. ഫുഡ് ഡെലിവറി ബോയിയെ ചീത്ത വിളിച്ചത് ചോദ്യം ചെയ്തതിന് യുവാവിനെ മർദ്ദിക്കുകയും വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി ജനൽ ചിരുകൾ തകർക്കുകയും ചെയ്ത കേസിലെ പ്രതി അറസ്റ്റിൽ. മാള വടമ്പ മരേക്കാട് സ്വദേശി കാടാമ്പറമ്പത്ത് വീട്ടിൽ ജിൻഷാദാണ് മാള പോലീസിന്റെ പിടിയിലായത്.
മാള വടമ മരേക്കാട് സ്വദേശി കാടാമ്പറമ്പത്ത് വീട്ടിൽ അമൽഷാ എന്നയാൾക്കാണ് പരിക്കേറ്റത്. 27 പുലർച്ചെ 1 മണിയോടെയായിരുന്നു ആദ്യ സംഭവം. പരാതിക്കാരന് ഭക്ഷണവുമായി വന്ന ഫുഡ് ഡെലിവറി ബോയിയെ മരേക്കാടുള്ള പരാതിക്കാരന്റെ വീടിന് മുന്നിലെ റോഡിൽ വെച്ച് പ്രതി അകാരണമായി ചീത്ത വിളിച്ചിരുന്നു. ഇത് ചോദ്യം ചെയ്തതിലുള്ള വൈരാഗ്യത്താൽ പ്രതി പരാതിക്കാരനെ തടഞ്ഞു നിർത്തുകയും കൈകൊണ്ട് മുഖത്ത് ശക്തമായി ഇടിച്ച് മുൻനിരയിലെ പല്ല് പൊട്ടിക്കുകയും ചെയ്തിരുന്നു. പരാതിക്കാരന്റെ പിതാവിന്റെ ചേട്ടന്റെ മകനാണ് പ്രതി. ഈ സംഭവത്തിന് പോലീസിൽ പരാതി നൽകാൻ പോകുന്നതിലുള്ള വൈരാഗ്യത്താൽ അന്ന് വൈകിട്ട് 3 മണിയോടെ പ്രതി വീടിന്റെ സിറ്റൗട്ടിലേക്ക് അതിക്രമിച്ചു കയറി പരാതിക്കാരനെയും അമ്മയെയും അസഭ്യം പറയുകയും ആയുധം കൊണ്ട് സിറ്റൗട്ടിലെയും മുൻവശത്തെയും ജനൽച്ചിലുകൾ അടിച്ചു തകർത്ത് നാശനഷ്ടം വരുത്തുകയും ചെയ്യുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. മാള പോലീസ് സ്റ്റേഷൻ SI ബാബു, ഗ്രേഡ് സബ് ഇൻസ്പെക്ടർ മുഹമ്മദ് ബാഷി, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഗ്രേഡർമാരായ ഏഞ്ചൽ, KF വിനോദ്, സിവിൽ പോലീസ് ഓഫീസർമാരായ സാബിർ, ജിനേഷ് എന്നിവരായിരുന്നു അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. കാലാവസ്ഥ. ഇന്ന് കൂടിയ ചൂട് 27 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 24 ഡിഗ്രി സെൽഷ്യസ്. ദേശീയ ആരോഗ്യ ദൌത്യത്തിന്റെ കീഴിൽ സ്റ്റാഫ് നഴ്സ് തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നൽകാൻ യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. GNM അല്ലെങ്കിൽ BSc നഴ്സിംഗ് യോഗ്യതയും കേരള നഴ്സസ് ആൻഡ് മിഡ്വൈഫ് കൌൺസിൽ രജിസ്ട്രേഷനും ഉള്ളവർക്ക് അപേക്ഷിക്കാം. 1 വർഷത്തെ പ്രവൃത്തി പരിചയം നിർബന്ധമാണ്. 40 വയസ്സാണ് ഉയർന്ന പ്രായപരിധി. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 048723258224. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 13,110 രൂപ, പവന് 1,04,880 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വട്ടനാത്രയിൽ ഓടിക്കൊണ്ടിരുന്ന വാനിന് മുകളിൽ തെങ്ങ് വീണ് അമ്മയ്ക്കും മകനും പരിക്കേറ്റു. തെങ്ങ് വീണ് 2 വൈദ്യുതി പോസ്റ്റുകൾ തകർന്നു. തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ആശുപത്രി ഹോസ്റ്റലിന്റെ 4ാം നിലയിൽ നിന്ന് വിദ്യാർത്ഥിനി ചാടി മരിച്ചു. മരിച്ചത് MBBS വിദ്യാർത്ഥി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പുതുക്കാട് പറപ്പുക്കര യൂണിറ്റ് കൺവെൻഷനുകൾ സംഘടിപ്പിച്ചു. തൊട്ടിപ്പാൾ CPM പറപ്പുക്കര ലോക്കൽ കമ്മിറ്റിയുടെ ഓണക്കാല വിഷരഹിത പച്ചക്കറി കൃഷിക്ക് തുടക്കമായി. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.